ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്റ്റർ മീഡിയ. ഇന്ന് ഇവിടെ റിവ്യൂ ചെയ്യാൻ വന്ന പടത്തിൻ്റെ പേര് DC. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ലോകേഷ് കനകരാജ്, മാമിക ഗാബി, സഞ്ജന കൃഷ്ണമൂർത്തി, അരുൺ മാതേശ്വരൻ ആൻഡ് തലൈ വസലൻ, വിജയ് എന്നിവരാണ്. പടത്തിൽ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന കോസ്റ്റ്യൂം ഡിസൈനിങ് ചെയ്തിരിക്കുന്നത് അരുൺ മാതേശ്വരനാണ്. അദ്ദേഹം തന്നെ സ്റ്റോറി ആൻഡ് സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത്. And this movie is based on ദേവദാസ് നോവൽ. പിന്നെ ഒരുപാട് ഇതിപ്പോൾ ഈ നോവലിനെ ബേസ് ചെയ്തിട്ട് ഒരു പടം ഇറങ്ങുന്നത് ഇപ്പോൾ 15ാമത്തെ പടമാണ്. കറക്റ്റ് എനിക്കറിഞ്ഞൂടാ. ഞാൻ ഈ നോവലിനെ ബേസ് ചെയ്തിട്ട് ഇറങ്ങിയ പടങ്ങളിൽ കണ്ടിരിക്കുന്നത് നമ്മുടെ നാഗാർജുനയുടെ ദേവദാസ് എന്ന് പറഞ്ഞ സിനിമയുണ്ട്. പിന്നെ ഇത് ഷാറുഖാൻ ദേവദാസ്, പിന്നെ മമ്മൂക്കയുടെ ഒരു പടമുണ്ട് വിറക് ചെയ്തു അങ്ങനെ എന്താ പറഞ്ഞിട്ട്, പിന്നെ ഇതും. പിന്നെ പടത്തിൻ്റെ മ്യൂസിക് അനിരുദ്ധണ്ണനാണ്. പടത്തിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് മുകേഷ് ജി എന്ന് പറഞ്ഞ ആളാണ്. ആൻഡ് ആർട്ട് ഡയറക്റ്റിംഗ് ചെയ്തിരിക്കുന്നത് കണ്ടൻസ് എന്ന് പറഞ്ഞ ഒരാളാണ്. പറയാൻ പറഞ്ഞത് എഡിറ്റർ പ്രസന്ന GK. ഇത്രയാണ് പടത്തിനെ കുറിച്ച് അറിയുന്ന കാര്യങ്ങൾ. പടം കണ്ടു ചോദിച്ചാൽ ഫയറിങ്. നോ നെഗറ്റീവ്സ് ഇൻ ദിസ് മൂവി, ഓൺലി പോസിറ്റീവ്സ് ആൻഡ് ഹൈലി പോസിറ്റീവ്സ്. ഫസ്റ്റ് ഹൈലി പോസിറ്റീവ്സ് പറയാം. ഹൈലി പോസിറ്റീവ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ലോകേഷ് അണ്ണൻ കോഹ്ലിയിൽ കിട്ടിയ ഊക്കിനൊക്കെ നല്ല പണി കൊടുത്തിട്ടുണ്ട്. കോഹ്ലി എന്ത് പടം ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാതിരിക്കല്ലോ. അതിന് കിട്ടിയ ഊക്കിനൊക്കെ അങ്ങനെ നല്ല പണി കൊടുത്തിട്ടുണ്ട്, മനസ്സിലായി. നല്ല പണിഞ്ഞിട്ടുണ്ട് മനസ്സിലായി. ഈ സിനിമയിൽ അങ്ങനെ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ പെർഫോമൻസ് സൂപ്പർബ്. അങ്ങനെ പൊളിച്ചടുക്കി ലോകേഷനൻ പൊളിച്ചടുക്കി. അങ്ങനെ തൂക്കി വന്ന കാര്യങ്ങൾ എന്ന് പറയണം. പിന്നെ മാമിക ഗാബി ഒരു 45 മിനിറ്റ്സിന് ശേഷം ഒന്ന് വരണമെന്ന് തോന്നി, ഞാൻ മറന്നുപോയി കറക്റ്റ്. അവർ മലയാളി അഭിനയിച്ചിട്ടുണ്ട്. സഞ്ജന കൃഷ്ണമൂർത്തി ഒരു ക്യാമിയ മാതിരി പോയെന്നല്ല തോന്നിയുള്ളൂ. 1.5 മണിക്കൂറാകുമ്പോൾ പോകും. എന്തൊരു ക്യാരക്ടർ ഗയാവും. പിന്നെ തലൈവസൽ വിജയുണ്ട്. ഏതും അത്യാവശ്യം നൈസായിട്ട് പെർഫോമൻസ് വൈസ് അത്യാവശ്യം കാര്യം ബെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് തോന്നിപ്പോയി. പിന്നെ അനിരുദ്ധണ്ണൻ ഇയാളെ ഓരോ സീനിനും ഈ പണ്ട് നിങ്ങൾ എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു, 2024 അല്ലാണ് 25-ലാണോ ഓക്കെ 2024 ആണ് എമ്പുരാൻ ഇറങ്ങിയത്. 25-ൽ എമ്പുരാൻ ഇറങ്ങിയ സമയത്ത് ഒരുപാട് ഇതുണ്ടായിരുന്നു. ബീജിങ് കാണി അതിൻ്റെ മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദീപക് ദേവ് ഒരു പറയണ്ടായിരുന്നു, അഭിമുഖത്തിലൊക്കെ പറയണ്ടായിരുന്നു, പടത്തിൽ സ്റ്റോറി ഉണ്ടെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ, സ്റ്റോറിയും സ്ക്രീൻ പ്ലേയും കൂടി ഉണ്ടാവണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അതിനിട്ട് നല്ല കൊടുത്തിട്ടുണ്ട്. സ്റ്റോറിയും സ്ക്രീൻ പ്ലേ മാത്രം ഉണ്ടായപ്പോൾ മ്യൂസിക്കിനും അവിടെ ആവശ്യകതയുണ്ട് എന്നുള്ളത് അതിനകത്ത് വീണ്ടും കാട്ടിരിക്കുക. അങ്ങനെ പൊളിച്ചടിക്കടേ. എന്തോ പൊളി എന്ന് പറഞ്ഞാൽ മീൻസ് പാട്ട് കേട്ടിട്ട് കൈയടിക്കാന്ന് പറയുന്നത് നമ്മൾ. അമ്മാതി സാധനം ഓരോ പാട്ടും ഓരോ ബീജിയും അങ്ങനെ അടിച്ച് പൊളിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, കത്തിച്ച് വിട്ടിട്ടുണ്ട്. ഈ ഡ്രാഗൺ തീതുപ്പി അതേമാതിരി നല്ലോണം തീതുപ്പിയിട്ടുണ്ട്. സിനിമയുടെ ഇമോഷൻസിലാണെങ്കിലും ഏത് സീനാണെങ്കിലും അങ്ങനെ വേറെ ഡ്രാഗണാണെന്ന് തോന്നിപ്പോയി. അങ്ങനെ അതിനകത്ത് ഈസ് എ ഡ്രാഗൺ ആൻഡ് ഈസ് എ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഇൻ ഇന്ത്യൻ മ്യൂസിക് ഇൻഡസ്ട്രി. മ്യൂസിക് ഹിസ്റ്ററി, മ്യൂസിക് ഏഷ്യൻ ഹിസ്റ്ററീസ്. ഗോട്ട് എന്നുള്ള പേര് വെറുതെ വന്നൊരു സായ പെൻകാരന് പോലും പറ്റൂല. ഇതിൻ്റെ 7 എത്തൂല, ഒരിക്കലും എഴുത്തൂല, ഉറപ്പിച്ച് പറയാണ്. എത്ര ശ്രമിച്ചാലും പറ്റൂല. ബിക്കോസ് ചിലപ്പോൾ അടുത്ത അനിരുദ്ധെന്നുള്ള പേര് വരുമെങ്കിലും ഗോട്ട്
ഓഫ് തമിഴ് മ്യൂസിക് ഇൻഡസ്ട്രി അഥവാ ഇന്ത്യൻ മ്യൂസിക് ഇൻഡസ്ട്രി എന്നുള്ള പേര് അവന് വിട്ടില്ല. അത് ഉറപ്പിച്ച് പറയാണ്, ഞാൻ ചുമ്മാ പറയണല്ല. നിങ്ങൾക്കും ഈ സിനിമ കണ്ടിട്ടുള്ളവന്മാർക്ക് സിനിമ മാതിരി തിയേറ്ററിൽ കണ്ടോ തമാർക്ക് മനസ്സിലാവും അതെന്ത് എങ്ങനെ പറയണേ. പിന്നെ ആർട്ട് ഡയറക്റ്റിങ് അത്യാവശ്യം ഹൈലി പോസിറ്റീവ് ആർട്ട് ചെയ്താൽ കണ്ടൻസ് ഹാറ്റ്സ് ഓഫ് എന്നുവെച്ച് എന്താ. പിന്നെ സിനിമാറ്റോഗ്രഫി പൊളിച്ചടിക്കും. കോസ്റ്റ്യൂം ഡിസൈനിങ് ഡയറക്ഷൻ സ്റ്റോറി സ്ക്രീൻ പ്ലേ എല്ലാം കൊണ്ട് പൊളിച്ചടുക്കിയിട്ടുണ്ട്. സ്റ്റോറി ഓൾറെഡി ദേവദാസ് എന്ന നോവലിന് ഇൻസ്പയർ ആയിട്ടുള്ളതാണ്, ഞാൻ പറഞ്ഞല്ലോ സ്റ്റാർട്ടിങ്ങിലൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ മര്യാദയ്ക്ക് എടുത്തു വെച്ചിട്ടുണ്ട് അരുൺ മാധേശ്വരൻ. അങ്ങനത്തെ എല്ലാ പടവും ഞാൻ കണ്ടിട്ടുണ്ട്, ഡയറക്റ്റ് ചെയ്ത എല്ലാ പടവും ഞാൻ കണ്ടിട്ടുണ്ട്. റോക്കി, പിന്നെ സാനികായുധം, പിന്നെ ക്യാപ്റ്റൻ മില്ലർ, പിന്നെ ഇത്. അതിൽ റോക്കി എനിക്ക് പേഴ്സണൽ ഇഷ്ടപ്പെട്ടൊരു സിനിമയായിരുന്നു. സാനികായുധം എനിക്ക് പേഴ്സണൽ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിൽ സെൽവരാഗൻ്റെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും പെർഫോമൻസ് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിലും ബാക്കിയൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ക്യാപ്റ്റൻ മില്ലർ ആണെങ്കിൽ ആവറേജ് ആയിട്ട് തോന്നിയുള്ളൂ. പിന്നെ ഇത് എനിക്ക് പേഴ്സണലി ഫയറിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ എഡിറ്റിംഗ് ആണെങ്കിൽ അത്യാവശ്യം പൊളിച്ചടുക്കിയിട്ടുണ്ട്. പിന്നെ അരുൺ മാധേശ്വരൻ്റെ ഒട്ടുമിക്ക പടങ്ങളും വെച്ച് നോക്കുമ്പോൾ ഇത് ബെസ്റ്റ് വർക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് മാതിരി പൊളിച്ചടുക്കിയിട്ടുണ്ട്. എന്താ ഇളയരാജ എന്ന് പറയുന്ന സംഭവം വരാണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് നാളായി. അതെപ്പോൾ ഇറങ്ങുന്നു അങ്ങേർക്ക് പോലും അങ്ങേർക്ക് അറിഞ്ഞൂടാ, ധനുഷ് ഫാൻസിന് അറിഞ്ഞൂടാ, ധനുഷാണ് അറിയാവോ എന്നുള്ളത് അതാവിനറിയാത്ത അതിനെപ്പോൾ കയറി വരുമോ എന്ത് അതാവിനറിയാം പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും. പിന്നെ ഞാൻ പണം കണ്ട തിയേറ്ററിൽ പോയിട്ട് 3 മണിക്കുള്ള ഷോക്കായിരുന്നു പോയത്. എന്നിട്ട് എത്തിയപ്പോൾ ഒന്ന് ഉറങ്ങിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ റിവ്യൂ ചെയ്യാൻ ലേറ്റായത്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ആൻഡ് സിനിമയുടെ സെക്കൻഡ് സിംഗിൻ്റെ അത് ചിലപ്പോൾ ഞാൻ നാളെ ചെയ്യുള്ളൂ. ഇന്ന് ചെയ്യാൻ എനിക്ക് അത് ഉറക്കാൻ വരുന്നുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടോ അതൊന്നും മെസ്സേജ് അയക്കുക. പിന്നെ ബാക്കിയുള്ളതെല്ലാം പോസിറ്റീവ്സ് ഉണ്ടാകും. അപ്പോൾ ബൈ ബൈ. ഓൾ ഹെയിൽ ദ വേൾഡ്.